സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് നെതന്യാഹു സ്വകാര്യമായി UAE സന്ദർശിച്ചു എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. UAE എത്രയും പെട്ടെന്ന് അത് നിഷേധിക്കുകയും ചെയ്തു. ഈ വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയ ഭൂകമ്പം അവിടെ അവസാനിക്കുന്നില്ല. UAEയും സൗദി അറേബ്യയും ഇറാനെ ആക്രമിച്ചു എന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ബ്രെക്സിറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത അബ്ബാസ് അറാഗ്ചി UAE ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു, ഇസ്രായേലുമായി കൂട്ടുകൂടി പരസ്യമായി UAEയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നു. മിഡിൽ ഈസ്റ്റിൽ പുതിയ ഒരു സംഘർഷത്തിനും സംവാദത്തിനും വഴി തുറന്നിരിക്കുകയാണ്. സൗദിയും UAEയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. ഒപ്പക്കിൽ നിന്ന് UAE എക്സിറ്റ് ആവാനുള്ള കാരണം സൗദി അറേബ്യയുമായുള്ള പ്രശ്നങ്ങളാണ്. ഇസ്രായേലിൻ്റെ സപ്പോർട്ടും അമേരിക്കയുടെ സപ്പോർട്ടും ഉള്ള സ്ഥിതിക്ക് എന്തിന് ഇറാനെ ഭയപ്പെടണം? ഇറാനെതിരെ ഹോർമൂസ് തുറക്കുന്നില്ലെങ്കിൽ യുദ്ധം നടത്തണമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് UAE.